ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വലിയ കോലാഹലങ്ങളാണ് മലയാള സിനിമയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെയാണ് തമിഴ് സിനിമയിലും ലൈംഗികാതിക്രമങ്ങളുടെ പരാതി ഉയർന്നു വന്നു തുടങ്ങിയത്. ഇപ്പോഴിതാ തമിഴ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളെ സംബന്ധിച്ച് പരാതികൾ നൽകുന്നതിനായി സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. താരസംഘടനയായ നടിഗർ സംഘമാണ് സമിതി രൂപീകരിച്ചത്. നടി രോഹിണിയാണ് സമിതിയുടെ അധ്യക്ഷ. സ്ത്രീകൾ പരാതികളുമായി മുന്നോട്ട് വരണമെന്ന് രോഹിണി ആവശ്യപ്പെട്ടു. മാധ്യമങ്ങൾക്കു മുമ്പിൽ പരാതികൾ വെളിപ്പെടുത്തുന്നതിന് പകരം ആഭ്യന്തര സമിതിയെ പരാതി അറിയിക്കണമെന്നും രോഹിണി പറഞ്ഞു. കമ്മിറ്റിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. മലയാള ചലച്ചിത്ര മേഖലയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇഫക്റ്റാണ് തമിഴ് സിനിമാ ലോകത്തെയും എത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് നടിഗർ സംഘം വ്യക്തമാക്കിയിരുന്നു. അതിക്രമം നേരിട്ടവർക്ക് പരാതി നൽകാൻ പ്രത്യേക സംവിധാന സമിതി ഒരുക്കിയിട്ടുണ്ട്. ഇരകൾക്ക് നിയമസഹായ നടപടികൾ സംഘം നൽകും. പരാതിയിൽ പറയുന്ന ആരോപണം തെളിഞ്ഞാൽ കുറ്റക്കാരായവരെ 5 വർഷം സിനിമയിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ പരിഗണനയിലുണ്ടെന്നും രോഹിണി പറഞ്ഞു. 2019 മുതലാണ് താരസംഘടനയായ നടിഗർ സംഘത്തിൽ ആഭ്യന്തര സമിതി പ്രവർത്തിച്ചു തുടങ്ങിയത്. പക്ഷേ പ്രവർത്തനം കാര്യക്ഷമമല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ചേർന്ന യോഗത്തിലാണ് സമിതിയുടെ പ്രവർത്തനം ഊർജിതമാക്കാൻ തീരുമാനമായത്. സാൻഡൽവുഡിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കന്നഡ സിനിമാ പ്രവർത്തകർ രംഗത്തു വന്നിരുന്നു. കന്നഡ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിൽ കാണുകയും സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാൻ സമിതി നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു.